ഒരു വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ പുരുഷനായാലും അതെ സ്ത്രീയായാലും അതെ ആഗ്രഹിക്കുന്നതും താങ്ങും തണലുമായിട്ട് മാനസികമായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു പങ്കാളിയായിരിക്കും. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഡൊമസ്റ്റിക് വയലൻസും ആത്മഹത്യകളും ഒക്കെ കണ്ടുവരികയാണ്. ഈ ഡൊമസ്റ്റിക് വയലൻസിൽ ഫിസിക്കൽ അബ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരാളെ കാണുമ്പോൾ അറിയാം എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. അതേസമയം ഇമോഷണൽ അബ്യൂസ് അഥവാ സൈക്കോളജിക്കൽ അബ്യൂസ് നേരിടുന്നുണ്ടോ അവരെന്ന് പുറമേ നിന്ന് കണ്ട് അറിയാൻ പറ്റില്ല. അവരുടെ അടുത്ത് ആഴത്തിൽ സംസാരിച്ചാൽ മാത്രമേ അവർ അനുഭവിച്ചിട്ടുള്ള സൈക്കോളജിക്കൽ അബ്യൂസുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റൂ. മറ്റൊരു വാസ്തവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു സൈക്കോളജിക്കൽ അബ്യൂസിൽ കൂടി കടന്നു വരികയാണ് എന്ന് തിരിച്ചറിവില്ലാതെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേര് കാണും. മേ ബി ആ ഒരു സ്ട്രഗിളിലായിരിക്കും അവസാനം ഒരു സൂയിസൈഡിലൊക്കെ ചെന്നെത്തി നിൽക്കുന്നത്. സോ ഏതൊക്കെ രീതിയിലാണ് സൈക്കോളജിക്കലി നമ്മൾ അബ്യൂസ് ചെയ്യാൻ സാധ്യത, ഏതൊക്കെ രീതികളാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വച്ചിരുന്ന നമ്മൾ ആ സൈക്കോളജിക്കൽ അബ്യൂസിന് ഇരയാവാതിരിക്കാം. അവരങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴേ നമുക്കറിയാം നമ്മൾ അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തിയാണ് അതെന്ന്. അങ്ങനെ തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്കതിനെ സധൈര്യം നേരിടാൻ കഴിയും. സോ ഇന്നത്തെ നമ്മുടെ വിഷയം ഡൊമസ്റ്റിക് വയലൻസിൽ എങ്ങനെയൊക്കെയാണ് സൈക്കോളജിക്കലി അബ്യൂസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കലാണ്. വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സൈക്കോളജിക്കൽ അബ്യൂസാണ് സദാസമയം എന്ത് ചെയ്താലും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് അനുഭവിക്കുന്നൊരു വ്യക്തി, കോൺസ്റ്റന്റ് ആയിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി സ്വന്തമായിട്ട് ചിന്തിക്കും, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലേ, സ്വയം അവരുടെ ആ ഒരു സെൽഫ് വർത്തിനെ അവർ സംശയിക്കും. അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ സൈക്കോളജിക്കലി അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്, ഒരിക്കലും നിങ്ങളുടെ കഴിവുകേട് കൊണ്ടല്ല എന്നുള്ള കാര്യം. മറ്റൊന്നാണ് ഇൻസൾട്ട് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പരിഹസിക്കുമ്പോഴും മോശമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴും ഒക്കെ അതൊരു ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്യും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സൈക്കോളജിക്കൽ അബ്യൂസാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ അവരുടെ അടുത്ത് അവരുടെ ഒരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് പോവുകയാണെങ്കിൽ അവരുടെ മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള സംസാരം എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് സ്വയം തോന്നും അത് നമ്മുടെ തെറ്റായിരുന്നു. മീൻസ് വാദി പ്രതിയാകുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രോസസ്സ്. ഗ്യാസ് ലൈറ്റിങ്ങിന് മാത്രം ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അത് പിന്നീട് അപ്ലോഡ് ചെയ്തേക്കാം. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ അബ്യൂസാണ് സൈലന്റ് ട്രീറ്റ്മെന്റ് അഥവാ വിത്ത് ഹോൾഡിംഗ് അഫെക്ഷൻ എന്ന് പറയുന്നത്. അതും ഒരു പണിഷ്മെന്റിന്റെ ഭാഗമായിട്ടായിരിക്കും അവര് അഫെക്ഷൻ പുറത്ത് കാണിക്കാതെ മനഃപൂർവ്വം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് സൈലന്റ് ആയിട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, ഇത് അനുഭവിക്കുന്ന വ്യക്തി ചിന്തിച്ചു തുടങ്ങും, എൻ്റെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നിൽ എന്തോ ഇഷ്ടപ്പെടായക ഉള്ളത് കൊണ്ടാണ് അവർ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്, സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്, മിണ്ടാത്തത് എന്നൊക്കെ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമാണ്. ഇതൊരു ഫോം ഓഫ് സൈക്കോളജിക്കൽ അബ്യൂസ് ആണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് നിങ്ങൾക്ക് അത്രയും സഫർ ചെയ്യേണ്ട അവസ്ഥ വരുന്നില്ല. നമ്മുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒന്നും അധികം സഹകരിക്കാൻ അനുവദിക്കാതെ നമ്മളെ അവരിൽ നിന്നും അകറ്റി നിർത്തുന്നത് മറ്റൊരു കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ അബ്യൂസ് ആണ് എന്ന് മനസ്സിലാക്കുക. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സൈക്കോളജിക്കൽ അബ്യൂസാണ് ത്രെട്ടനിങ് ചെയ്യാന്നുള്ളത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. സോ ഇപ്പം നമ്മൾ കുറച്ച് നോക്കിയത് ഏതൊക്കെ രീതിയിലാണ് സൈക്കോളജിക്കൽ അബ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നത് എന്നാണ്. ഈ സൈക്കോളജിക്കൽ അബ്യൂസിന്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ്, ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണ് എന്ന് അടുത്ത് നമുക്ക് നോക്കാം. ഈ ഇമോഷണൽ അബ്യൂസുകൾക്കൊക്കെ ഇരയാകുന്നതിലൂടെ ഒരാളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാം, സെൽഫ് എസ്റ്റീം ഇല്ലാതാവാം, സെൻസ് ഓഫ് ഐഡന്റിറ്റി ഇല്ലാതാവാം തുടങ്ങി അവരുടെ മെന്റൽ ഹെൽത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കും. എപ്പോഴും ഈ വിക്ടിമിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി അനുഭവിക്കുന്നത് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കാം, ആങ്ഷ്യസ് ആയിട്ടിരിക്കാം, അതുപോലെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടും വെർത്ത്ലെസ്സും ആയിട്ടൊക്കെയാണ് കാണപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കും പാർട്ട്ണർ സൈക്കോളജിക്കലി അബ്യൂസ് ചെയ്യുന്നത് എന്നതിന് പിന്നിൽ ഒന്നിലധികം സാധ്യതകളുണ്ട്. ഒന്നുകിൽ അവർ ഡാർക്ക് സൈക്കോളജിയൊക്കെ പഠിച്ചു വെച്ചിട്ട് ഇന്ന പോലെയൊക്കെ പ്രവർത്തിച്ചാൽ അവരുടെ എബിലിറ്റീസ് ഒക്കെ നഷ്ടമായിട്ട് അങ്ങനെ ഇരുന്നോളും, നമുക്ക് നമ്മുടെ കൺട്രോളിൽ അവരെ നിർത്താൻ കഴിയും എന്ന് കരുതി മനഃപൂർവ്വം ഡാർക്ക് സൈക്കോളജിക്ക് അരച്ച് കലക്കി പഠിച്ചിട്ട് ബിഹേവ് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ജനറ്റിക്കലി അവർക്ക് അങ്ങനെ നാച്ചുറലി ബിഹേവ് ചെയ്യാൻ അറിയത്തുള്ളൂ. അതും അല്ലെങ്കിൽ അവരുടെ എൻവയോൺമെന്റിൽ നിന്നും അവർ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ലേൺ ചെയ്തതിൻ്റെ ഭാഗമായിട്ടും അവർ കണ്ട് പഠിച്ച രീതി
മിസ്റ്റേക്ക് കാരണവും ഇങ്ങനെയൊക്കെ പെരുമാറിയെന്നിരിക്കാം. എന്താണ് കാരണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ അവരുടെ അടുത്ത് ക്ലിയർ ആയിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കതൊരു ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തു എന്ന് പറയുമ്പോൾ റിയലൈസ് ചെയ്യുന്ന, അത് തിരിച്ചറിയുന്ന ആൾക്കാരുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് സ്വയമേ ഒരു കുറ്റബോധം തോന്നും, ഞാൻ അങ്ങനെ അവളോട് പെരുമാറാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അവൻ്റെ അടുത്ത് പെരുമാറിയത് ശരിയായില്ല, അതൊക്കെ അല്ലെങ്കിൽ അവനൊരു ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തു എന്ന് സ്വയം തിരിച്ചറിയുന്ന ആൾക്കാരുണ്ടാവാം. ക്ലിയർ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധമെങ്കിലും നമുക്ക് നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ സൂക്ഷിക്കാനായിട്ട് കഴിയും. ഒരുപക്ഷെ അവർ ഡാർക്ക് സൈക്കോളജിയൊക്കെ പഠിച്ച് ഇന്റൻഷനലി നിങ്ങളെ ഇമോഷണലി അബ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒരൊറ്റ തവണ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞ് ഒരൊറ്റ അവസരം കൊടുത്തു നോക്കൂ. ആ അവസരം അവർ വിനിയോഗിക്കുന്നില്ല, വീണ്ടും സ്ട്രഗിള് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ വെറുത്ത് മനസ്സിലാക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. പിന്നെയും അവിടെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചാലുള്ള പ്രശ്നം, നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ താറുമാറാവുകയും അവസാനം അതൊരു സൂയിസൈഡിലിട്ട് എത്തിപ്പെടാനും ഉള്ള സാധ്യതയാണ് ഉള്ളത്. സൈക്കോളജിക്കൽ അബ്യൂസ് എന്താണ്, ഏതൊക്കെ രീതിയിൽ വരാം, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാവാമെന്ന് ബേസിക് ആയിട്ടൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക. അവർക്ക് ഒരുപക്ഷെ യൂസ്ഫുൾ ആയിരിക്കും.